മോളെ മോള് രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ലേ? അപ്പൊ രാവിലെ കഴിക്കാനുള്ള ഇപ്പൊ എന്താ ഇപ്പൊ ചെയ്യുന്നേ? പാല് കാച്ചി വെച്ചോ? ഇത് പാലാണോ അത്? ഈ പാല് എത്ര 3 പേരും ഇതാണോ കുടിക്കുന്നത്? ഇന്നത്തെ ദിവസം ഇതാണ് കുടിക്കുന്നത്. അപ്പോ ഈ ആഹാരം കഴിക്കാൻ ഇന്ന് ഉച്ചയ്ക്കൊന്നും ഇല്ലേ? ഒന്നുമില്ല. ഈ അടുക്കളയിലാണോ എല്ലാം വെക്കുന്നത്? ഈ അടുക്കളയിൽ തന്നെ എല്ലാം വെക്കുന്നത്. ഗ്യാസ് സ്റ്റവോ? വിറകൊക്കെ എങ്ങനെ കിട്ടും മോളെ? എവിടെ? പറമ്പിൽ പോയിട്ട് പെറുക്കി എടുക്കുവോ? ഈ വിറകാണോ മോള് പെറുക്കിയോ? രാവിലെ പോയി പെറുക്കുവോ? വിറക് പെറുക്കി വെക്കും. കുടിക്കാനും കുളിക്കാനും ഉള്ള വെള്ളം അത്രേ ഉള്ളൂ. ഇതാണോ കുടിക്കാനുള്ള വെള്ളം? അത്രേ ഉള്ളൂ. ഇല്ലാത്തപ്പോ വെള്ളം കുടിക്കില്ല, കിടന്നുറങ്ങും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിഡു മീഡിയ കണ്ണനാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കരക്കുളം മുല്ലശ്ശേരി അകത്തോട്ട് കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫോളോവേഴ്സും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇതാ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മോളാണ് സുബിത. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. +2-നൊക്കെ നല്ല മാർക്കോട് കൂടി പാസ്സായ മോളാണ്. ഈ മോളുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ മോളുടെ വീട് മുല്ലശ്ശേരി അകത്തോട്ട് കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ഇവിടുത്തെ ചുറ്റുവട്ടമുള്ള നാട്ടുകാരും പിന്നെ ഇവിടുത്തെ ചർച്ചിലെ കുറേ നല്ലവരായ ആൾക്കാരും നല്ല മനസ്സിൻ്റെ ഉടമകളും ഒക്കെ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ ഞാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പൊന്നുമോള് താമസിക്കുന്ന വീട്. ഈ പൊന്നുമോൾക്ക് ഇതാ ആ പൊന്നുമോളെ അമ്മയാണ് തൊട്ട് പുറയിലുള്ളത്. പിന്നെ മുത്തശ്ശിയുണ്ട്. ഇവർക്ക് 2 പേർക്കും വയ്യാത്തയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. വളരെ മോശമെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതാ നിങ്ങൾ ഈ വീട് നോക്കിയേ. ഈ വീട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ മൊത്തത്തിൽ കാണിച്ചു തരാം. ഈ വീടിൻ്റെ അവസ്ഥയുണ്ടല്ലോ, ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. ആ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് കൊണ്ട് അവർ റെഡിയാക്കി എല്ലാം എടുത്ത വീട് ഏകദേശം ഇപ്പോൾ ഒരുപാട് കാലപ്പഴക്കം ചെന്നിട്ട് ഈ വീട് മൊത്തത്തിൽ പോയി. ഇതാ ഒരു ജനലോ ഒരു വാതിലോ നല്ല അടച്ചുറപ്പുള്ള ഒരു സാധനങ്ങളും നല്ല അടച്ചുറപ്പുള്ള ഒന്നും ഈ വീടിനില്ല. വാതിലില്ല, ജനലില്ല, ഒന്നും തന്നെ ഇല്ല. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി നിൽക്കുന്നൊരവസ്ഥയിൽ ഈ ഒരു അമ്മയും ഈ അമ്മുമ്മയും ഈ മകളും താമസിക്കുകയാണ്. ഈ കുട്ടി ഫുഡ് കഴിക്കുന്നത് പോലും ഈ ചുറ്റുവട്ടമുള്ള ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നല്ലവരായിട്ടുള്ള ഇവിടുത്തെ ചർച്ചിലുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇവർക്ക് വല്ലപ്പോഴൊക്കെ ആ ഫുഡും കാര്യങ്ങളും കിട്ടുന്നത്. എന്ന് വെച്ചാൽ എന്നും ഫുഡ് കിട്ടണമെന്നല്ല പറയുന്നത്, വല്ലപ്പോഴൊക്കെ അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഞാൻ ഈ സുബിത എന്ന് പറഞ്ഞ ഈ മോക്ക് വേണ്ടിയാണ്, നല്ലോണം പഠിക്കുന്ന മോളാണ്, ആ ഒരു മോക്ക് വേണ്ടിയാണ് ഞാൻ തിരുവനന്തപുരം വരെ വന്നേക്കുന്നത്. ഇവിടുത്തെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു മോക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ കൂട്ടുകാരെ എന്ന് പറയേണ്ട അവസ്ഥയെന്ന് വെച്ചാൽ 4 കലത്തിൽ കുടിക്കാനും കുളിക്കാനും അതേപോലെ അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി 4 കലത്തിൽ വെള്ളം പിടിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി. നമുക്ക് കുടിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ റൂമെന്ന് പറഞ്ഞാൽ അധികം ഈ പഴയ വീടാണ്, അധികം പൊക്കമില്ല, നല്ല ചൂടാണ്. കൂട്ടുകാരെ, ഞാനിവിടുത്തെ അവസ്ഥ നിങ്ങളോട് പറയണമെങ്കിൽ ഒരു വീട്ടിൽ 55 രൂപ കറണ്ട് ബില്ല് വരണമെങ്കിൽ ആ ഒരു വീട്ടിൽ അവിടുത്തെ ആ വൈദ്യുതി വിഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഒരു വീട്ടിൽ ഒരു ഫാൻ മാത്രം, ഒരു ബൾബ് മാത്രം, ഈ ചൂടത്ത് ഒരു ഫാൻ മാത്രം 55 രൂപ കറണ്ട് ബില്ല് ഈ ഒരു വീട്ടിൽ. ചിലപ്പോൾ അത് 30 രൂപ മോളെ, 30 രൂപ വരെ കറണ്ട് ബില്ല് വരത്തുള്ളൂ ഈ ഒരു മോളുടെ വീട്ടിൽ. ഈ നട്ട ചൂടത്ത് ഇതിനകത്ത് ഒരു നല്ല ഫാൻ പോലും ഇല്ലാതെ ഈ മോളും ഈ കുടുംബം താമസിക്കുക. ആലോചിച്ചേ, ഞാൻ ഈ ഒരൊറ്റ കറണ്ട് ബില്ല് നിങ്ങളെ കാണിക്കുവാണ്. ഈ കറണ്ട് ബില്ലിൽ 55 രൂപയാണ് ഈ കറണ്ട് ബില്ലിൽ വന്നേക്കുന്നത്. 55 രൂപ KSEBിയുടെ ബില്ലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വരെ കറണ്ട് ബില്ല് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞിന് ഈ ഒരു നട്ട ചൂടിൽ ഈ ഒരു പഴയ വീട്ടിൽ ഈ ചൂടത്ത് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, 55 രൂപ കറണ്ട് ബില്ല് ഒരു മാസം. ഞാൻ അതൊന്നുമല്ല പറയാൻ വരുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും, നിങ്ങളെക്കൊണ്ട് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നോ, ആരൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഇവർക്ക് ഒരു നേരം കഴിക്കാൻ
എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങളത് ചെയ്യണം. ഇത് തിരുവനന്തപുരമാണ്, മുല്ലശ്ശേരി അകത്തോട്ട് കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ എത്താൻ പറ്റുമോ നിങ്ങൾ അത്രയും പേര് എത്തുക, ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. തിരുവനന്തപുരം മുല്ലശ്ശേരി അകത്തോട്ട് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മോളുടെ വീട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കുഞ്ഞിന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഈ സ്ഥലത്ത് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരം മുല്ലശ്ശേരി അകത്തോട്ട് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുഞ്ഞിൻ്റെ വീട്. മോള് രാവിലെ എന്ത് കഴിച്ച്? ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ലേ? അപ്പോൾ രാവിലെ കഴിക്കാനുള്ള ഇപ്പം എന്താ ഇപ്പം ചെയ്യുന്നേ? പാല് കാച്ചി വെച്ചോ? ഇത് പാലാണോ ഇത്? ഈ പാല് എത്ര 3 പേരും ഇതാണോ കുടിക്കുന്നത്? ഇന്നത്തെ ദിവസം ഇതാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ആഹാരം കഴിക്കാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നുമില്ലേ? ഒന്നുമില്ല. ഈ അടുക്കളയിലാണോ എല്ലാം വെക്കുന്നത്? ഈ അടുക്കളയിൽ തന്നെ എല്ലാം വെക്കുന്നത്? ഗ്യാസ് സ്റ്റൗവോ? ഗ്യാസ് സ്റ്റൗ ഇല്ല. എല്ലാം ഇവിടെ തന്നെ മോള് വെക്കുക. വിറകൊക്കെ എങ്ങനെ കിട്ടും മോളെ? എവിടെ? പറമ്പിൽ പോയിട്ട് പെറുക്കി എടുക്കുവോ? വിറക് പെറുക്കി എടുക്കുവോ? ആയിരിക്കുന്ന വിറകാണോ ഇത്? ഈ വിറകാണോ മോള് പെറുക്കിയോ? രാവിലെ പോയി പെറുക്കുവോ? വിറക് പെറുക്കി വെക്കും, ഇവിടെ തന്നെ വെക്കും. മോള് +2 വരെ പഠിച്ച് പിന്നെ തുടർ പഠനത്തിനൊന്നും പോയിട്ടില്ല? ഇല്ല. അതെന്താണ്ടാ പോയത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട.